ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാട്ടർ ആണ്. അപ്പോൾ എന്താണ് വാട്ടർ എന്നും അതിന്റെ എലമെന്റ്സ് എന്താണെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കി ഫസ്റ്റ് സ്ലൈഡിൽ ഫസ്റ്റ് പോയിന്റ് നോക്കിയാലോ നമുക്ക്. ഇറ്റ് ഈസ് ദ സൺസ് ഹീറ്റ് കോസസ് ഇവോപ്പറേഷൻ ഓഫ് വാട്ടർ എന്നാണ് അല്ലെ പറയുന്നത്. അപ്പൊ എന്താണ്? ദ സൺസ് ഹീറ്റ് ദാറ്റ് കോസസ് ദ ഇവോപ്പറേഷൻ ഓഫ് വാട്ടർ ഇൻ ടു വേപ്പർ. കൂടുതലായിട്ട് നമ്മുടെ വെള്ളത്തിന് ജലത്തിന് മേലെ ഈ സൂര്യപ്രകാശം വന്നു വീഴുമ്പോൾ വാട്ടറിന് എന്ത് ചേഞ്ച് ആ വാട്ടർ വിൽ ബി ചേഞ്ച് ടു വേപ്പർ ആയിട്ട് മാറും അല്ലേ. ആൻഡ് സെക്കൻഡ് പോയിന്റ്, when the water vapor cools down it condenses and forms clouds. അങ്ങനെ ഈ വാട്ടർ വേപ്പർ കൂളായിട്ട് അല്ലെ കൂൾസ് ഡൗൺ ആൻഡ് കണ്ടൻസസ് ടു ഫോം ക്ലൗഡ്സ്. ഇങ്ങനെ ഈ വാട്ടർ വേപ്പർ എന്താണ് താഴേക്ക് കൂൾസ് ഡൗൺ, അത് താഴേക്ക് ഇതാവുമ്പോൾ അത് എന്തായി മാറും? ക്ലൗഡ്സ് ആയിട്ട് മാറും അല്ലെ. ആൻഡ് ഫ്രം ദർ ഇറ്റ് മേ ഫോൾ ഓൺ ദ ലാൻഡ് ഓർ സീ ഇൻ ദ ഫോം ഓഫ് റെയിൻ, സ്നോ ഓർ സ്ലീറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ വാട്ടറിന്റെ മേലേക്ക് എന്ത് ചെയ്യും? സൺസ് ഹീറ്റ് പതിക്കുമ്പോൾ അത് ഇവോപ്പറേറ്റഡ് ആയി വാട്ടർ വേപ്പർ ആയി മാറും. ഈ വാട്ടർ വേപ്പർ കൂൾസ് ഡൗൺ ആൻഡ് ഓൾസോ കണ്ടൻസസ് ടു ഫോം ക്ലൗഡ്സ്. ഈ ക്ലൗഡ്സ് അല്ലെ, ഈ ക്ലൗഡ്സിന്റെ മേല് എന്താ ഈ ക്ലൗഡ്സിന്റെ ത്രൂ ക്ലൗഡ്സ് ആണ് അത് എന്തായിട്ട് മാറുന്നത്? റെയിൻ ആയിട്ട്, സ്നോ ആയിട്ട്, സ്ലീറ്റ് ആയിട്ട് മാറുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ സൺസ് ഹീറ്റ് കോസസ് ഇവോപ്പറേഷൻ ഓഫ് വാട്ടർ ഇൻ ടു വേപ്പർ ആൻഡ് when the water vapor cools down അല്ലെ, വാട്ടർ വേപ്പർ കൂളായിട്ട് താഴേക്ക് വീകുമ്പോൾ അത് എന്തായിട്ട് ഫോം ചെയ്യും? ക്ലൗഡ്സ് ആയിട്ട് ഫോം ചെയ്യും അല്ലെ മക്കളെ. ആൻഡ് ഈ ഒരു ക്ലൗഡ്സിൽ നിന്ന് എന്താണ് പിന്നെ താഴേക്ക് പെയ്തിറങ്ങുന്നത്? ഇതിലേക്ക് പെയ്തിറങ്ങുന്നത് റെയിൻ ആണ് അല്ലെ. റെയിൻ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് റെയിൻ, സ്നോ ഓർ സ്ലീറ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്ലൈഡ്. And the process by which water continually changes its form and circulates between oceans and atmosphere and land is known as water cycle. അപ്പൊ എന്താണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത് മക്കളെ? ഇറ്റ് ഈസ് ദ പ്രോസസ് വാട്ടർ കണ്ടിന്യൂലി ചേഞ്ചസ്. വാട്ടർ എന്ത് ചെയ്യും? ഓരോ തുടർന്നുകൊണ്ട് അത് എന്ത് ചെയ്യും? മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഓക്കെ, അതിന്റെ ഫോമിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു അല്ലെ. ഇറ്റ് വിൽ ബി ചേഞ്ചസ് ഇൻ ടു മെനി അതർ ഓഷ്യൻസ് ആയി മാറുന്നു. അതുപോലെ തന്നെ ലാൻഡിലേക്ക് പല ചേഞ്ചസ് വരുന്നു. എന്ന് വെച്ചാൽ ഓഷ്യൻസില്, അറ്റ്മോസ്ഫിയറിലോ ലാൻഡിലൊക്കെ പല ചേഞ്ചസ് ആണ് വാട്ടറിന്റെ മേലെ നടക്കുന്നത് അല്ലെ. ഇപ്പോ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വിൽ ചേഞ്ചസ് ടു വാട്ടർ വേപ്പർ, ഓഷ്യൻസിൽ വാട്ടർ നിലനിൽക്കുന്നു, ലാൻഡില് അതൊക്കെ പല ഫോംസിലായിട്ടാണ് വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നോക്കിക്കേ, അതാണ് പറഞ്ഞത് പ്രോസസ് ബൈ വിച്ച് വാട്ടർ കണ്ടിന്യൂലി ചേഞ്ചസ് ഇറ്റ്സ് ഫോം ആൻഡ് സർക്കുലേറ്റ്സ് ബിറ്റ്വീൻ ഓഷ്യൻസ്, അറ്റ്മോസ്ഫിയർ ആൻഡ് ലോ. അതിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. And our earth is like a terrarium, and the same water that existed centuries ago still exists today. പണ്ട് മുതലേ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ജലം ഇന്നും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. The water used to irrigate a field in Haryana may have flowed down to the Amazon River 100 years ago. എന്ന് വെച്ചാൽ ഹരിയാനയില് യൂസ് ചെയ്തിട്ടുള്ള വാട്ടർ എന്ന് വെച്ചാൽ ഹരിയാനയിലെ പാടത്തൊക്കെ അവരുടെ ധാന്യങ്ങൾക്ക്, കൃഷികൾക്കൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വാട്ടർ അത് കുറച്ച് 100 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ആമസോൺ നദിയിൽ കൂടെ ഒഴുകിയിട്ടുണ്ടാവാം. അതാണ് പറയുന്നത്. പണ്ടുള്ള വാട്ടർ എന്താണ് ഇപ്പോഴും പല ഫോമില്, പല ഓഷ്യൻസില് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇറ്റ് ഈസ് ദ സെയിം വാട്ടർ ദാറ്റ് എക്സിസ്റ്റ് സെഞ്ചുറീസ് എഗോ സ്റ്റിൽ എക്സിസ്റ്റ് ടുഡേ. ദാറ്റ്സ് വൈ അവർ എർത്ത് ഈസ് ലൈക്ക് എ ടെറാറിയം എന്ന് പറയാൻ കാരണം. ആൻഡ് ദ വാട്ടർ used to irrigation a field in Haryana may have flowed down to Amazon River 100 years ago. Okay, അപ്പൊ നമുക്കറിയാം ഫ്രഷ് വാട്ടർ സോഴ്സ്, ദ മേജർ സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ. മേജർ സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് എന്തിലൊക്കെയാണ് നമുക്ക് ഫ്രഷ് വാട്ടർ കാണപ്പെടുന്നത് മക്കളെ? ഏതൊക്കെ വാട്ടർ സോഴ്സസിലാണ്? ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് റിവേഴ്സ്, ആൻഡ് സെക്കൻഡ് വൺ ponds, and third one springs, and fourth one glaciers. അല്ലെ, തടാകങ്ങളില്, നദികളിലും കുളങ്ങളിലും തടാകങ്ങളിലും ഒക്കെയാണ് നമുക്ക് ഫ്രഷ് വാട്ടർ സോഴ്സസ് കാണാൻ പറ്റുന്നത് അല്ലേ. ഓക്കെ, ആൻഡ്
The ocean bodies and seas contain salty water. മക്കൾക്ക് അറിയാം അല്ലെ, ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കളിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മളെ വായിലേക്ക് വെള്ളം തെറിക്കുമ്പോൾ നമുക്കറിയാം ഉപ്പ് ചൊയയല്ല, അതാണ് പറയുന്നത്. The ocean bodies and seas contain the salty water എന്ന്. അപ്പോ the sources of fresh water എന്ന് പറയുന്നത് ഏതൊക്കെയാ മക്കളെ? ഓരോന്നായിട്ട് പറഞ്ഞേ. It is first one rivers, second one ponds, and third one springs, and fourth one glaciers. Okay, and other sources of water ocean bodies and seas contain ചെയ്യുന്ന water ഏത് ഫോം ആണ്? salty water ആണ് അല്ലെ. Okay, next slide. Okay, and the water of the oceansiലുള്ള water ഈ salty mannerലാവാൻ കാരണം എന്താണ് മക്കളെ? The water of the ocean is salty or saline as it contains large amount of dissolved salt. കുറെ ഉപ്പ് കഷ്ണങ്ങൾ അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഓഷ്യൻസില് അല്ലെ ഈ saline water, salty water contain ചെയ്യാനുള്ള കാരണം because it contains large amount of dissolved salt. Okay, പിന്നെയോ ഇതിൽ അടങ്ങിയിട്ടുള്ള ഈ ഓഷ്യനിൽ അടങ്ങിയിട്ടുള്ള മോസ്റ്റ് സോൾട്ട് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മോസ്റ്റ് ഓഫ് ദ സോൾട്ട് സോഡിയം ക്ലോറൈഡ് ആണ്, ഓർ ദി കോമൺ ടേബിൾ സോൾട്ട് ദാറ്റ് യു ഈറ്റ്. ഇതിൽ ഈ സോൾട്ട്, ഈ ഒരു കടൽ അല്ലെങ്കിൽ ഓഷ്യൻ പ്രദേശങ്ങളിൽ അടങ്ങുന്ന ഈ ഉപ്പ് രസം ഇതിനൊരു വെള്ളത്തിന് സോൾട്ടി ടേസ്റ്റ് വരാൻ കാരണം ബിക്കോസ് ദ മോസ്റ്റ് ഓഫ് ദ സോൾട്ട് ദാറ്റ് ഇസ് ഡിസോൾവ്ഡ് ഇൻ ദിസ് ഓഷ്യൻ ഇസ് സോഡിയം ക്ലോറൈഡ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സോൾട്ട് അല്ലെ കോമൺ സോൾട്ട് ആയിരിക്കും ഈ ഒരു ഓഷ്യനിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ വാട്ടർ of the ocean is salty or saline as it contains large amount of dissolved salt. പിന്നെ second point നോക്കിക്കേ, most of the salt that is dissolved in ocean is sodium chloride or the common table salt that you eat. Okay, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന another topic, it is the distribution of water bodies അല്ലേ. എർത്തില് പല ഫ്രഷ് വാട്ടർ ആയിട്ടും ഓഷ്യൻസ്, ഗ്ലേഷ്യേഴ്സ്, സ്പ്രിങ്സ് ഒക്കെ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വാട്ടർ പല ഫോമിലാണ് നമ്മുടെ എർത്തിൽ കാണപ്പെടുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ എത്ര പെർസെൻറ്റേജ് വെള്ളമാണ് ഫ്രഷ് വാട്ടർ സോഴ്സസിലും ഓഷ്യനിലും സീയിലും ഗ്ലേഷ്യേഴ്സിലും എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? ഓക്കെ, കമോൺ. അപ്പോ ഏത് ദിവസമാണ് നമ്മള് ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ 22nd മാർച്ചിനാണ് അല്ലെ വേൾഡ് വാട്ടർ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓഷ്യൻസ് ഓഷ്യൻസിൽ എത്ര പെർസെന്റേജ് വാട്ടർ ആണ് അടങ്ങിയിട്ടുള്ളത് മക്കൾ പറഞ്ഞേ? ഇറ്റ് ഈസ് 97.3%. അപ്പൊ ഐസ് ക്യാപ്സ് 02.0, ഗ്രൗണ്ട് വാട്ടർ 0.68, ആൻഡ് ഫ്രഷ് വാട്ടർ ലേക്സ് നോക്കാം 0.009, ഇൻലാൻഡ് സീസ് ആൻഡ് സോൾട്ട് ലേക്സിലൊക്കെ എത്ര ശതമാനം അതാണ് പറയുന്നത്. ഓക്കെ, Salt Lake 0.009, atmosphere 0.0019, rivers 0.001. അങ്ങനെ ഈ ഒരു ഇത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന another topic is about ocean circulation കുറിച്ചാണ്. ഓക്കെ, എങ്ങനെയാണ് ഓഷ്യനിലെ ഓരോ സർക്കുലേഷൻ, വാട്ടറിന്റെ സർക്കുലേഷൻ എങ്ങനെയാണ്, അതിന്റെ പ്രോസസ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാലോ മക്കളെ? It is first point, the wet sand on the beach, the cool breeze, the seabirds, the smell of the salt in the air, and the music of the waves. Everything is so fascinating അല്ലെ. നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ വേവ്സിന്റെ ആ ഒരു മൂവ്മെന്റ് പറയുമ്പോൾ ഒരു ഡാൻസിങ് മൂവ്മെന്റ് ആണ് വേവ്സിന്. നമ്മൾ ബീച്ചിൽ പോകുമ്പോൾ അതൊക്കെ, അതുപോലെ തന്നെ സീ ബേർഡ്സ്, അതൊക്കെ നമുക്ക് എന്താണ് വളരെ എക്സൈറ്റ്മെന്റ് തരുന്ന സീൻസ് ആണ് അല്ലെ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, unlike the calm waters of ponds and lakes, ocean water keeps moving continuously. അല്ലേ, മക്കൾക്കറിയാം ഈ കുളത്തിലും പുഴയിലുമുള്ള അല്ലെ ജലം എന്ന് പറയുന്നത് എന്താ, വളരെ കാമായിരിക്കും, ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളായിരിക്കും. പക്ഷെ ഓഷ്യൻസിൽ, കടലിൽ അങ്ങനെയാണോ? എപ്പോഴും വേവ്സ് അല്ലെ, ഹൈ വേവ് ആൻഡ് അല്ലെ, അങ്ങനെ പല വേവ്സ് വന്നുകൊണ്ടിരിക്കും അല്ലെ. It is never still. The movement that occur in oceans can be broadly categorized as, ഇങ്ങനെ ഒരു മൂവ്മെന്റ്, ചലനം ഇങ്ങനെ ഓഷ്യൻസിൽ ഉണ്ടാക്കുന്നതിന്റെ പല ഫോംസ് ഉണ്ട്. ഫസ്റ്റ് വൺ വേവ്സ്, തിരമാലകൾ അല്ലെ. പിന്നെ ടൈഡ്സ് ആൻഡ് കറന്റ്സ്, പല ഇതിലെ പേരുകളിലാണ് ഇത്തരത്തിലുള്ള വേവ്സ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള ഓഷ്യൻ മൂവ്മെന്റ്സ് അറിയപ്പെടുന്ന പല ഫോംസിലാണ്? ഏതൊക്കെ പേരിലാ മക്കളെ? ഇറ്റ് ഈസ് ലൈക്ക് വേവ്സ് ആൻഡ് ടൈഡ്സ് ആൻഡ്
currents. Okay, അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? Unlike the calm waters of ponds and lakes, ocean water keeps moving continuously, അല്ലേ? And the movement that occur in oceans can be broadly categorized as waves, tides and currents. Okay, and next slide. It is Pacific Ocean ഒരു പിക്ചറൈസേഷൻ ആണ്. ഓക്കെ, എന്ത് സൂപ്പർ ഫാസിനേറ്റിംഗ് ആണ് അല്ലെ, വളരെ ആവശ്യമായിട്ടുള്ള ഒരു സീനാണ് പസഫിക് ഓഷ്യന്റെ ഈ പിക്ചറൈസേഷൻ അല്ലെ. ഓക്കെ, ഇനി നമ്മൾ ഓഷ്യൻ വാട്ടറിന്റെ പല ഫോംസ്, പല മൂവ്മെന്റ്സ് ഉള്ള പല ഫോംസിനെ കുറിച്ച് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഫോം എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? വേവ്സിനെ കുറിച്ചാണ് അല്ലെ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, when you are playing throw ball on the beach and the ball falls into the water, what happens? It is fun to watch how the ball gets washed back to the shore by the waves. ഇപ്പൊ നിങ്ങൾ ഒരു ബോൾ, പ്ലാസ്റ്റിക് ബോൾ ആയിട്ട് ഇങ്ങനെ കളിക്കുകയാണ് ബീച്ച് സൈഡിൽ. അപ്പൊ വേവ്സ് ആ ഒരു ബോൾ കൊണ്ടുപോയി പിന്നെ അത് അതേപടി കൊണ്ടുപോകുമല്ല, ഇങ്ങോട്ട് തിരികെ തരും, അതേ മൂവ്മെന്റിൽ അങ്ങോട്ട് ബാക്കോട്ട് പോകും. ആ ഒരു മൂവ്മെന്റ് കാണാൻ എന്ത് ഭംഗിയാണ് അല്ലെ. അതുപോലെ തന്നെയാണ് when the water on the surface of the ocean rises and falls, it is called as waves. അതിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? വേവ്സ് എന്ന് പറയുന്നത്. അത് ആദ്യം വലിയ പൊങ്ങി നിൽക്കും വേവ്സ്, തിരമാലകൾ, പിന്നെ അത് താഴും അല്ലെ. അതാണ് ആ ഒരു മൂവ്മെന്റിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? വേവ്സ് എന്ന് പറയുന്നത് അല്ലെ. when the water on the surface of the ocean rises and falls alternatively, they are called as what? Waves അല്ലെ. ഓക്കെ, ഇതാണ് വേവ്സിന്റെ ഒരു പിക്ചറൈസേഷൻ. ഓക്കെ, ഓക്കെ, and during a storm, the winds blowing at very high speed from huge waves. എന്തെങ്കിലും അല്ലെ, പ്രളയം പോലുള്ള എന്തെങ്കിലും വരാം, സുനാമി പോലുള്ള ഇതൊക്കെ വരുമ്പോൾ വലിയ വേവ്സ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ പറയും ഇപ്പോൾ തെങ്ങിന്റെ ആ ഒരു വലുപ്പത്തിലായിരിക്കും വേവ്സ് വരെ സുനാമി വന്നപ്പോ എന്നൊക്കെ ചിലവർ പണ്ടത്തെ ആൾക്കാർ പറയുന്ന കേൾക്കാം. And this may cause tremendous destruction. അത് വലിയ തരത്തിലുള്ള നാശമായിരിക്കും ഉണ്ടാക്കുക എന്നാ പറയുന്നത് അല്ലെ. എർത്ത് ക്യൂക്ക് അല്ലെ, ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ, വോൾക്കാനിക് എറപ്ഷൻ ഉണ്ടാവുമ്പോൾ, അണ്ടർ വാട്ടറിൽ വെള്ളത്തിന്റെ അടിയിൽ എന്തെങ്കിലും പ്രതിഭാസം ഉണ്ടാവുമ്പോൾ can shift the large amount of ocean water കരക്കെത്താനുള്ള സാധ്യത കൂടുതലാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട്? earthquake, volcanic eruption or underwater landslide. Okay, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത് മക്കളെ? During a storm, the winds blowing at very high speed form what? Huge waves അല്ലെ. and this may cause tremendous destructions. ആ ഒരു ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? earthquake, volcanic eruption or underwater landslide. ഇതിന് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് വലിയൊരു ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. എന്താണ്? ഇറ്റ് ഈസ് as a result a huge tidal wave called tsunami that may be high as 15 meter is formed. 15 meter ലെവലില് ഹൈ വേവ്സ് ഫോം ചെയ്യുമ്പോൾ അതിന് പറയുന്ന ഡിസ്ട്രക്ഷന്റെ പേരെന്താ? സുനാമി എന്നാണ്. And the largest tsunami ever measured was 150 meter high. വലിയ സുനാമി, വലിയ തരത്തിലുള്ള ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന സുനാമി എന്ന് പറയുന്നത് അതിന്റെ മെഷർമെന്റ് എത്രയാ? അതിന്റെ ആ വേവ്സിന്റെ മെഷർമെന്റ് എത്രയാ മക്കളെ? 150 meter high. ഓക്കെ, ഈ ഒരു this waves travel at a speed of more than 700 kilometer per hour. ഈ ഒരു വേവ്സ് തിരമാലകളെ എത്ര സ്പീഡിലാണ്? ഒരു മണിക്കൂറിൽ 700 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരെ അതിന്റെ ചലനങ്ങൾ എത്താം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? this huge tidal wave is called as tsunami and the largest tsunami ever measured is 150 meter high and this waves will travel at a speed of more than 700 kilometer per hour. Okay, അപ്പൊ നമുക്കറിയാം tsunami of 2004 that caused widespread damage in the coastal areas of India. ഇന്ത്യയുടെ പല മേഖലകളില് വലിയ തരത്തിലുള്ള നാശം ഉണ്ടാക്കിയതാണ് 2004 സുനാമി. It is the Indira Point in the Andaman and Nicobar Islands got submerged after the tsunami. എന്ന് വെച്ചാൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലുള്ള ദ്വീപിലുള്ള ഇന്ദിര പോയിന്റ് ഫുള്ളും എന്താണ്? കടലിൽ മുങ്ങിപ്പോയി ഈ ഒരു 2004 സുനാമിയിൽ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ മേജർ ഡിസ്ട്രക്ഷൻ ഡ്യൂ ടു സുനാമി ഓഫ് 2004. Okay, അപ്പൊ എന്താ പറഞ്ഞത്? The tsunami of 2004 caused widespread damage in the coastal areas of India and the Indira Point in the Andaman and Nicobar Islands got submerged after the tsunami. Okay, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ഫോം ഓഫ് ഓഷ്യൻ വേവ്സ്, ഇറ്റ് ഈസ് tides. TIDES.
Okay, the rhythmic rise and fall of ocean water twice in a day is called tide. അല്ലേ, റൈസ് ചെയ്യുക, ഫോൾ ചെയ്യുക, അതാണ് ടൈഡ്സ് എന്ന് പറയുന്നത് അല്ലെ, വേവിന്റെ മൂവ്മെന്റ്. ഇറ്റ് ഈസ് ഹൈ ടൈഡ് വെൻ വാട്ടർ കവേഴ്സ് മച്ച് ഓഫ് ദി ഷോർ ബൈ റൈസിംഗ് ടു ഇറ്റ്സ് ഹയസ്റ്റ് ലെവൽ. എന്നത് ഇത് വലിയ ടൈഡായി മാറുന്നത് എങ്ങനെയാണ്, ഇത് കരയ്ക്കനുസരിച്ച് വലിയ തരത്തിൽ അത് റൈസ് ആൻഡ് ഫോൾ ചെയ്യുമ്പോഴാണ് അത് ടൈഡ്സ് ആയിട്ട് മാറുന്നത് അല്ലെ. ഓക്കെ, ഇറ്റ് ഈസ്, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്, വാട്ട് ഈസ് ടൈഡ് എന്ന് ചോദിച്ച മക്കൾ എന്താ പറയാ, ഇറ്റ് ഈസ് എ rhythmic rise and fall of ocean water twice in a day is called as tide, and it is high tide എന്ന് വെച്ചാൽ കരയ്ക്ക് അനുസരിച്ച് അത് റൈസ് ആൻഡ് ഫോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൈ ടൈഡ് എന്നാണ് അതിന് പറയാ. ഓക്കെ, ഇറ്റ് ഈസ് എ ഹൈ ടൈഡ് when water covers much of the shore by rising to its highest level, it's called as high tide. ഇതാണ് tide. ഓക്കെ, it is tides. അപ്പൊ ലോ ടൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, when water falls to its lowest level. റൈസ് ചെയ്യുന്നത് ഹയസ്റ്റ് ടൈഡും ലോ ചെയ്യുന്നത് ലോവസ്റ്റ് ടൈഡുമാണ്. ഓക്കെ, ഇറ്റ് ഈസ് ലോ ടൈഡ് when water falls to its lowest level and recedes from the shore. Okay, and next point. And the strong gravitational pull that is exerted by sun and moon on the earth's surface causes tides. എന്ത് കാരണം കൊണ്ടാ ഇത്തരത്തിലുള്ള സണ്ണിന്റെ, സൂര്യനെ കൊണ്ടും അതുപോലെ ചന്ദ്രനെ കൊണ്ടും പല പ്രതിഭാസങ്ങള് ഈ കടലിൽ ഉണ്ടാവുമ്പോ അതിന് പറയുന്ന പേരെന്താ മക്കളെ, ടൈഡ്. ഡ്യൂ ടു ദ സ്ട്രോങ് ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് സൺ ആൻഡ് മൂൺ ദാറ്റ് കോസസ് ടൈഡ്സ് ഓവർ ഓഷ്യൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ലോ ടൈഡ് എന്ന് പറയുമ്പോൾ when water falls to its lowest level. ഹൈ ടൈഡ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, ഹൈ ടൈഡ് it is when water covers much of the shore by rising to its highest level. Lowest level എന്ന് പറയുമ്പോൾ low tide, highest level എന്ന് പറയുമ്പോൾ high tide. Okay, and it is due to the strong gravitational pull that is exerted by sun and moon that causes changes in over the tides. Okay, and the water of the earth closer to the moon gets pulled under the influence of moon's gravitational force and causes high tide. ഇത്തരത്തിലുള്ള ഹൈ ടൈഡ് ഉണ്ടാവാൻ കാരണം എന്താണ്, ഈ മൂണ് ഈ വാട്ടറുമായിട്ട് നല്ല രീതിയിൽ നിൽക്കുമ്പോൾ ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത് എന്ത് ചെയ്യും, ഈ വാട്ടർ ഇതാക്കുമ്പോൾ അവിടെ ഫോം ചെയ്യുന്നത് എന്ത് ടൈഡാ, ഹൈ ടൈഡ് ആയിരിക്കും. ആൻഡ് ഡ്യൂറിംഗ് ദ ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ ഡേയ്സ് ദ സൺ, മൂൺ ആൻഡ് എർത്ത് ആർ ഇൻ ദ സെയിം ലൈൻ ആൻഡ് ടൈഡ്സ് ആർ ഹൈയസ്റ്റ്. ഈ ഫുൾ മൂൺ അല്ലെങ്കിൽ പൂർണ്ണചന്ദ്രനൊക്കെ ആയിരിക്കുമ്പോൾ സണ്ണും മൂണും എർത്ത് ഒരേ ലെവലിലായിരിക്കും വരിക. അപ്പൊ ആ ടൈഡ്സ് എന്തായിരിക്കും, വലിയ ഹയസ്റ്റ് ടൈഡ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുക. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് മക്കളെ, the water of the earth closer to the moon gets, the water of the earth that closer to the moon gets pulled under the influence of moon's gravitational force and causes high tide. And during the full moon and new moon days, the sun, moon and earth are in the same line and the tides are highest. Okay, അങ്ങനെയുള്ള ടൈഡ്സിന് അല്ലെ, ഫുൾ മൂൺ ടൈമില് ന്യൂ മൂൺ ഡേയ്സിൽ സണ്ണും മൂണും ഒരേ ലൈനിലാവുമ്പോൾ അത് ഹയസ്റ്റ് ടൈഡ് ആയിരിക്കും. അതിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ, സ്പ്രിംഗ് ടൈഡ്സ്. ദിസ് ടൈഡ്സ് ആർ കോൾഡ് സ്പ്രിംഗ് ടൈഡ്സ്. ഓക്കെ, but when the moon is in its first and last quarter, the ocean water gets drawn in diagonally opposite direction by the gravitational pull of sun and moon, resulting low tides. Appo low tides form ചെയ്യാൻ കാരണം എന്താണ്, when the moon in its first and last quarter, ocean water gets drawn in diagonally opposite direction ഫോം ചെയ്യുന്നു. ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് സൺ ആൻഡ് മൂൺ അത് ഫോം ചെയ്യുന്നത് ലോ ടൈഡ്സ് ആണ്. ഓക്കെ, but when the moon is in its first and last quarter and the ocean water gets drawn in diagonally opposite direction by the gravitational pull of sun and moon, that forms the low tide. ആ low tide ന്റെ പേരെന്താ മക്കളെ, it is neap tide എന്നാണ്, NEAPTIDES. ഓക്കെ, അപ്പോ ഹൈ ടൈഡ്സ് ഹെൽപ്പ് ഇൻ നാവിഗേഷൻ. ഇത്തരത്തിലുള്ള ഹൈ ടൈഡ്സ് ആണ് ഈ ട്രേഡിനൊക്കെ പോകുന്നവർക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത്. Rise the water level close to the shores. അവരെന്ത് ഷോസിനനുസരിച്ച് ഈ വാട്ടർ ലെവൽ കൂട്ടുന്നു. This helps the ship to arrive at the harbor more easily. അങ്ങനെ ഈ നാവിഗേഷന് വരുന്നവര് ഈ വാട്ടർ ലെവല് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് അവർക്ക് കരയ്ക്ക് എത്തിക്കാൻ പറ്റുന്നത്, ഷിപ്പ്. ഓക്കെ, ആൻഡ് ദ ഹൈ ടൈഡ് ഓൾസോ ഹെൽപ്പ് ഇൻ ഫിഷിംഗ്. ഇത്തരത്തിലുള്ള ഹൈ ടൈഡ് നാവിഗേഷനും അതുപോലെ തന്നെ ഫിഷിങ്ങിനും വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ മക്കളെ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഹയസ്റ്റ് ഇതിൽ വരുമ്പോ
അത് സ്പ്രിംഗ് ടൈഡ്സ് ആയിരിക്കും. ലോവസ്റ്റ് ഇതിൽ വരുമ്പോൾ നീപ് ടൈഡ്സ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ഹൈ ടൈഡ്സ് ഇസ് യൂസ്ഫുൾ ഫോർ എന്തിനൊക്കെയാണ്? നാവിഗേഷൻ ആൻഡ് ഫിഷിംഗ്. ഓക്കെ, and many more fish come closer to shore during the high tide. വലിയ തിരമാലകൾ വരുമ്പോൾ കുറെ മീൻ അതിന്റെ കൂടെ വരുന്ന പറയുന്നത്. and this enables fishermen to get a plentiful catch. അപ്പോഴായിരിക്കും അവർ കൂടുതൽ മീൻ കിട്ടുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. ആഴക്കടലിൽ പോകുമ്പോൾ വലിയ തിരമാലകളിലൊപ്പം നല്ല മീൻ പിടിക്കാനും ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് പറ്റുമെന്ന് പറയുന്നത്. Okay, and the rise and fall of water due to this tides being used to generate electricity in some places. ഇങ്ങനെയുള്ള വാട്ടറിന്റെ ഈ മൂവ്മെന്റ് ചില ഏരിയാസിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനും ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട് എന്നാ പറയുന്നത്. Okay, it is many more fish come closer to the shore during the high tide. This enables fishermen to get a plentiful catch. Okay, and next point, the rise and fall of water due to tides is being used to generate electricity in some പ്ലേസസ്. അപ്പൊ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഓഷ്യൻ വാട്ടർ യൂസ് ചെയ്യുന്നത്? മെയിൻലി ഈ ഹൈ ടൈഡ് ഇസ് ഹെൽപ്ഫുൾ ഫോർ നാവിഗേഷൻ, ഫിഷിംഗ് ആൻഡ് ഓൾസോ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനദർ ടോപ്പിക്, ഇറ്റ് ഇസ് ഓഷ്യൻ കറന്റ്സ്. ഓഷ്യൻ കറന്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഓഷ്യൻ കറന്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മക്കളെ? ഇറ്റ് ഇസ് ഓഷ്യൻ കറന്റ്സ് ആർ സ്ട്രീംസ് ഓഫ് വാട്ടർ ദാറ്റ് ഇസ് കോൺസ്റ്റന്റ്ലി ഓൺ ദ ഓഷ്യൻ സർഫേസ് ഇൻ ഡെഫിനിറ്റ് ഡയറക്ഷൻസ്. ഓഷ്യൻ കറന്റ്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ വലിയ അലകൾ അല്ലെ, വലിയ രീതിയിൽ നല്ല രീതിയിൽ ഒഴുകുന്ന വെള്ളമാണ് അല്ലെ. എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ്ലി എല്ലാ പല ഡയറക്ഷൻസിൽ ഒഴുകുന്ന വെള്ളമാണ്. ദ ഓഷ്യൻ കറന്റ്സ് മേ ബി വാം ഓർ കോൾഡ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ശാന്തവും ചിലപ്പോൾ നല്ല തണുപ്പാവും. അതാണ് അതിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. ജനറലി ദ വാം ഓഷ്യൻ കറന്റ്സ് ഒറിജിനേറ്റ് നിയർ ദ ഇക്വേറ്റർ ആൻഡ് മൂവ് ടുവേർഡ്സ് പോൾസ്. അപ്പൊ ഈ വാം ആയിട്ടുള്ള ഓഷ്യൻ കറന്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട് മക്കളെ, വാം ഓർ കോൾഡ് ഓഷ്യൻ കറന്റ്സ്. അപ്പൊ വാം ഓഷ്യൻ കറന്റ്സ് എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്ന ഇക്വേറ്ററിന്റെ ഏരിയയിലാണ്, അത് മൂവ് ചെയ്യുന്ന പോൾസിലേക്കാണ് എന്ന് മക്കൾ ഓർക്കണം. എന്താണ് വാം ഓഷ്യൻ കറന്റ്സ്? ഒറിജിനേറ്റ് ചെയ്യുന്നത് നിയർ ദ ഇക്വേറ്റർ ആൻഡ് ഓൾസോ ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് പോൾസ്. ഓക്കെ, അപ്പൊ എന്താണ് ഓഷ്യൻ കറന്റ്സ്? ആ സ്ട്രീംസ് ഓഫ് വാട്ടർ ദാറ്റ് ഈസ് മൂവിങ് കോൺസ്റ്റന്റ്ലി ഓൺ ദ ഓഷ്യൻ സർഫേസ് ഇൻ ഡെഫിനിറ്റ്. ഇത് ഓഷ്യൻ സർഫേസിൽ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് എന്ത് ചെയ്യും? പല ദിശയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു അല്ലെ. ആൻഡ് ദ ഓഷ്യൻ കറന്റ്സ് രണ്ട് രീതിയിലുണ്ട്, വാം ഓർ കോൾഡ് ഉണ്ട്. വാം ഓഷ്യൻ കറന്റ് എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്ന ഇറ്റ് ഇസ് നിയർ ഇക്വേറ്റർ ആൻഡ് ഇറ്റ് ഇസ് മൂവ് ടുവേർഡ്സ് പോൾസ്. ഓക്കെ, ഇതാണ് ഓഷ്യൻ കറന്റ്സ്. ഓക്കെ, ഓക്കെ, അപ്പൊ വാം കറന്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി വാം കറന്റ്സ് എന്ന് പറയുമ്പോൾ ഇക്വേറ്ററിന്റെ അടുത്താണ്, എന്നിട്ട് അത് പോയിക്കൊണ്ട് പോൾസിന്റെ അടുത്തേക്കാണ്, വിച്ച് മൂവ്സ് ടുവേർഡ്സ് പോൾസ്. വാട്ട് അബൌട്ട് കോൾഡ് കറന്റ്സ്? കോൾഡ് കറന്റ്സ് ക്യാരി വാട്ടർ ഫ്രം പോളാർ റീജിയൻസ് അല്ലെ. ഇറ്റ് ഈസ് cold currents carry water from polar or higher latitudes to tropical or lower latitude ലേക്കാണ് കോൾഡ് ഓഷ്യൻ കറന്റ്സിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇത് പോളാർ റീജിയൻസിൽ നിന്ന് അല്ലെങ്കിൽ ഹയർ ലാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള പോളാർ റീജിയൻസിൽ നിന്ന് അത് എങ്ങോട്ടാണ് വെള്ളം ഒഴിക്കുന്നത്? ഇറ്റ് ഈസ് ടു ട്രോപ്പിക്കൽ ഓർ ലോവർ ലാറ്റിറ്റ്യൂഡിലേക്കാണെന്ന് മക്കൾ ഓർക്കണം. ഫോർ എക്സാമ്പിൾ, ദ ലബ്രാഡോർ ഓഷ്യൻ കറന്റ് ഇസ് കോൾഡ് കറന്റ് ആണ്, വൈൽ ദ ഗൾഫ് സ്ട്രീം ഇസ് എ വാം കറന്റ് അല്ലെ. വാം കറന്റ് എന്ന് പറയുന്നത് ഇക്വേറ്റർ അടുത്ത് അത് മൂവ് ചെയ്യുന്ന പോൾസിലേക്കാണ്. കോൾഡ് കറന്റ് എന്ന് പറയുന്നത് പോളാർ ഓർ ഹയർ ലാറ്റിറ്റ്യൂഡ് ടു ട്രോപ്പിക്കൽ ഓർ ലോവർ ലാറ്റിറ്റ്യൂഡിലേക്ക് മൂവ് ചെയ്യാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ അല്ലെ, ഈ ഒരു കോൾഡ് കറന്റിന്റെ എക്സാമ്പിൾ ആണ് ലാബ്രഡോർ ocean. Gulf Stream is an example of warm current. Okay, the ocean current influence the temperature condition of area. ഇത്തരത്തിലുള്ള ഓഷ്യൻ കറന്റ് മൂവ്മെന്റ് ആ ഒരു പ്രദേശത്തെ കാലാവസ്ഥ നിശ്ചയിക്കാൻ പറ്റും ഇത്തരത്തിലുള്ള ഓഷ്യൻ കറന്റിന് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് എന്താ ഈ ഡിസ്ട്രക്ഷൻ, എർത്ക്വക്ക്, സുനാമി ഒക്കെ വരുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, the cold currents carry water from polar or higher latitude to tropical or lower latitude. അപ്പോൾ warm current എന്ന് പറയുമ്പോൾ is moved to from equator to poles. Okay, example Gulf Stream ആണ്. Cold current എന്ന് പറയുമ്പോൾ it carries water from polar to tropical regions. Labrador Ocean is an example. Okay, and the ocean current also determines the temperature condition of that area too. Okay, അപ്പൊ വാം കറന്റ് എന്തൊക്കെ ചേഞ്ചസ് ആണ് അറ്റ്മോസ്ഫിയറിൽ കൊണ്ടുവരുന്നത് മക്കളെ? ഇറ്റ് ഈസ് വാം കറന്റ് എന്തൊക്കെ ചേഞ്ചസ് അറ്റ്മോസ്ഫിയറിൽ കൊണ്ടുവരുന്നത്? ഇറ്റ് ബ്രിങ് അബൌട്ട് വാം ടെമ്പറേച്ചർ.
ഓവർ ദ ലാൻഡ് സർഫേസ്. കരയിൽ നല്ല ഒരു ശാന്തമായിട്ടുള്ള കാലാവസ്ഥ കൊണ്ടുവരുന്നത് ആരാണ്? വാം കറന്റ്സ് ആണ്. ആൻഡ് ദ ഏരിയാസ് വേർ ദ വാം ആൻഡ് കോൾഡ് കറന്റ്സ് മീറ്റ് പ്രൊവൈഡ് ദ ബെസ്റ്റ് ഫിഷിംഗ് ഗ്രൗണ്ട്സ് ഓഫ് വേൾഡ്. ഈ ലോകത്തില് ഫിഷിംഗ് നല്ല രീതിയിൽ കുറെ ക്യാച്ച് ചെയ്യാൻ പറ്റിയ ഏരിയ എന്ന് പറയുന്നത് ഇത്തരത്തില് വാം ആൻഡ് കോൾഡ് കറന്റ് മീറ്റ് ചെയ്യുന്ന ഏരിയ. ഇറ്റ്സ് ബെസ്റ്റ് area to catch fishes. Okay, appo warm currents bring about warm temperature over the land surface, and the areas where the next point, the areas where the warm and cold currents meet provide the best fishing grounds of the world. Okay, അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ് ഏതൊക്കെ? ഈ വാം കറന്റ്സും അതുപോലെ തന്നെ കോൾഡ് കറന്റ്സും മീറ്റപ്പ് ചെയ്യുന്ന ഏരിയാസ്. ഇറ്റ് ഈസ് സീസ് അറൌണ്ട് ജപ്പാൻ ആൻഡ് ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക ആർ സച്ച് എക്സാമ്പിൾ. ഈ വാം കറന്റും കോൾഡ് കറന്റും മീറ്റ് ചെയ്യുന്ന ഏരിയാസിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ മക്കൾ എന്തൊക്കെ സീസ് പറയണം? സീസ് ഓഫ് ജപ്പാൻ ആൻഡ് ഓൾസോ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് North America. Okay, and the area where warm and cold current meet also experience foggy weather, making it difficult for navigation. ഈ ട്രേഡിംഗ് പേർപ്പസസിനൊക്കെ വളരെ അതുപോലെ തന്നെ ഫിഷിങ്ങിനൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ചില ടൈമിൽ ഈ മഞ്ഞ് മൂടി കിടക്കുന്ന കാലാവസ്ഥയായിരിക്കും ഇത്തരം മീറ്റപ്പ് ചെയ്യുന്ന ടൈമിൽ. ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഫോർ നാവിഗേഷൻ. അപ്പൊ എന്താ പറഞ്ഞത്? ഇത്തരത്തില് വാം ആൻഡ് കോൾഡ് കറന്റ് മീറ്റപ്പ് ചെയ്യുന്ന പ്ലേസസ് ഏതൊക്കെയാ? സീസ് അറൌണ്ട് ജപ്പാൻ is first one. Second one, the eastern coast of North America, and the areas where a warm and cold current meet ചെയ്യുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന വെദർ എന്ന് പറയുന്ന ഫോഗി വെദർ ആയിരിക്കും അല്ലെ, മഞ്ഞു മൂടിയിട്ടുള്ള ഒരു വെദർ ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ നാവിഗേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് വൺ നമുക്ക് ഇവിടെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം അല്ലെ. ഇറ്റ് ഈസ് distribution of water on earth surface. ഏതൊക്കെയാണ്? അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക്കില് ദ ഫ്രഷ് വാട്ടർ സോഴ്സസ് അല്ലെ, നമുക്ക് അങ്ങനെ പറയാം. ഇത് കുറച്ചും കൂടെ ഇറ്റ് ഈസ്. അപ്പോ ഏതൊക്കെയാണ് മക്കളെ നമ്മൾ പറഞ്ഞ ഫ്രഷ് വാട്ടർ സോഴ്സസ്? ഫ്രഷ് വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്? ഏതൊക്കെയാ ഫ്രഷ് വാട്ടർ സോഴ്സസ് എന്ന് പറയുന്നത്? എക്സാമ്പിൾസ് ഏതൊക്കെയാണ് പറഞ്ഞ ഓരോന്നായിട്ട്? ഫ്രഷ് വാട്ടർ സോഴ്സസിന്റെ എക്സാമ്പിള്. ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ റിവേഴ്സ് അല്ലെ, റിവേഴ്സ്. പിന്നെ സെക്കൻഡ് വൺ ഗ്ലേഷ്യേഴ്സ്. And third one, ponds. And fourth one, ഏതാണ്? സീ അല്ലെ, ഓഷ്യൻ. ഒക്കെ ഫ്രഷ് വാട്ടർ സോഴ്സസ് ആണ് അല്ലെ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? വേവ്സ്. ഓഷ്യന്റെ പല പല ഓഷ്യൻ മൂവ്മെന്റ്സിനെ കുറിച്ചാണ് പിന്നെ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെക്കൻഡ് വൺ ഓഷ്യൻ മൂവ്മെന്റ്സിനെ കുറിച്ച്. ഓഷ്യൻ മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഫോമിലാണ് ഓഷ്യൻ മൂവ് ചെയ്യുന്നത് മക്കളെ? ഓഷ്യൻ മൂവ്മെന്റ്സ് പറഞ്ഞേ, ഓഷ്യൻ മൂവ്മെന്റ്സ്. ഓക്കെ, ഓഷ്യൻ മൂവ്മെന്റ്സ് പറഞ്ഞേ. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് വേവ്സ് അല്ലെ, വേവ്സ്, ടൈഡ്, currents. അല്ല, ടൈഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ സ്പ്രിംഗ് ടൈഡും കറൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. ഹൈ ലെവൽ കറൻസ്, ലോ ലെവൽ കറൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ മൂവ്മെന്റ് ലാസ്റ്റ് പറഞ്ഞത് അത് തന്നെയാണ് അല്ലെ. കറൻസ്, വാം കറൻസ്, കോൾഡ് കറൻസ് ഒക്കെ മീറ്റപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പോ കറൻസിലാണ് നമ്മൾ വാം കറൻസ്, വാം ഓർ കോൾഡ് കറൻസ് പറഞ്ഞത്. കോൾഡ് വേവ്സിന്റെ ഹൈ ലെവൽ, ലോ ലെവൽ വേവ്സ് അല്ലെ.
ഓക്കെ, ഓഷ്യൻ മൂവ്മെന്റ്സ് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഓഷ്യൻ മൂവ്മെന്റ്സ്, വേവ്സ്, ടൈഡ്, കറൻസ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്ത്? ഇത്തരം വാം കറൻസ് ഇറ്റ്സ് ബ്രിങ് ഓവർ ടു വാം ടെമ്പറേച്ചർ. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിൻലി എന്താണ്? ഓഷ്യൻ കറൻസ് നമ്മൾ പറഞ്ഞു അല്ലേ? നീപ് ടൈഡ്സ്, സ്പ്രിംഗ് ടൈഡ്സ് പറഞ്ഞു. ഓക്കെ, ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോക്കാം അല്ലേ നമുക്ക്? വേവ്സിന്റെ പറഞ്ഞു, ഓഷ്യൻ സർക്കുലേഷൻ പറഞ്ഞു. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ബോഡീസ്. ഓക്കെ, ഇതന്നെയാണ് മെയിൻലി, ഇത്തരം കാര്യങ്ങൾ നമ്മൾ മെയിൻലി പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഓക്കെ, മെയിൻലി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത മെയിൻ ടോപ്പിക് ഫ്രഷ് വാട്ടർ സോഴ്സസ് എന്ന് പറയുന്ന റിവേഴ്സ്, ഗ്ലേഷ്യേഴ്സ്, പോൺസ്, ഓഷ്യൻസ്, പിന്നെ ഓഷ്യൻ മൂവ്മെന്റ്സിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അല്ലേ? ഇപ്പൊ വേവ്സ് എന്ന് പറയുമ്പോൾ ഹൈ ലെവൽ, ലോ ലെവൽ വേവ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ടൈഡ് അല്ലേ? ഇപ്പോ ടൈഡ് എന്ന് പറയുമ്പോൾ സ്പ്രിംഗ് ടൈഡ്, നീപ് ടൈഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. കറൻസ് എന്ന് പറയുമ്പോൾ വാം ആൻഡ് കോൾഡ് വെതറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആയിരുന്നു അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് കാണും വരെ താങ്ക് യു കേട്ടോ.